അപ്പർ കുട്ടനാട് മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായതോടെ പലയിടങ്ങളിലും രോഗികളടക്കമുള്ളവർ കുടുങ്ങിക്കിടക്കുകയാണ്. ട്രാക്ടറുകളിലും വള്ളങ്ങളിലും കയറ്റി ഇവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയാണ് സന്നദ്ധ പ്രവർത്തകർ ചെയ്യുന്നത്. ചെർക്കുളം തലവടി മേഖലയിൽ നിന്ന് കണ്ണൻ നായർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തലവടി പ്രദേശത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അത് തലവടിയിൽ ദിവസങ്ങളായി ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഭാര്യയും ഭർത്താവുമായിരുന്നു. അവർക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു. സേവാഭാരതിയുടെ പ്രവർത്തകരാണ് വള്ളത്തിൽ എത്തി അവരെ റോഡിലേക്ക് എത്തിച്ചത്. ദിവസങ്ങൾക്ക് ആയി ആ പ്രദേശത്ത് വീട്ടിൽ ഒറ്റപ്പെട്ട് കിടന്ന ആൾക്കാരാണ്. അവരെയൊക്കെ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. എവിടെ വെള്ളത്തിലായിരുന്നോ? അതെയോ, 2-3 ദിവസമായിട്ട് വെള്ളത്തിലായിരുന്നു. പിടിച്ച് നിൽക്കാൻ നോക്കി, പക്ഷെ രക്ഷയില്ല. വീടിനകത്തും പുറത്തും എല്ലാം വെള്ളമാണ്. എനിക്ക് ഈ ഹാർട്ടിന്റെ പ്രോബ്ലം ഉണ്ട്. അവർക്ക് കാലിന് മുട്ടിന്റെ, അപ്പോൾ അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. ഒരു രക്ഷയില്ല. മഴയ്ക്ക് അല്പശമനമുണ്ടെങ്കിലും കിഴക്ക് നിന്നെത്തുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങൾ അപ്പർ കുട്ടനാട് മേഖലയും കുട്ടനാട് മേഖലയും ഒക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു സ്ഥിതി. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. പല ക്യാമ്പുകളിലേക്കും ഭക്ഷണങ്ങൾ എത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചോറടക്കമുള്ള കാര്യങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയുള്ള സാമഗ്രികൾ ആയി ഓരോ ആൾക്കാരും പോകുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായാലും ഇനിയുള്ള വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുന്നത് ആലപ്പുഴ ജില്ലയുടെ കുട്ടനാട് മേഖല, അതുപോലെ തന്നെ പത്തനംതിട്ട, അതുപോലെ തന്നെ ആലപ്പുഴ മേഖലകളിലെ അപ്പർ കുട്ടനാട് മേഖലകളിലായിരിക്കും. കൂടുതൽ വെള്ളം ഒഴുകി പ്രദേശങ്ങളിലേക്ക് എത്തുകയും അവിടെ വെള്ളം തങ്ങി നിൽക്കുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ പ്രതിസന്ധി കാരണമായിട്ടുള്ളത്. ക്യാമറമാൻ ഷാനാസ് പരിദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.